14 കാർഷിക വിളകളുടെ താങ്ങുവില കൂട്ടി കേന്ദ്രമന്ത്രിസഭ. നെല്ല്, റാഗി, ചോളം, പരുത്തി തുടങ്ങി 14 വിളകൾക്ക് മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ഇതോടെ കർഷകർക്ക് താങ്ങുവിലയായി 2 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്നും ഇത് മുൻ സീസണിനേക്കാൾ കൂടുതലാണെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. खरीफ सीजन के लिए 14 क्रॉप्स पे मिनिमम सपोर्ट प्राइस आज कैबिनेट ने अप्रूव किया है। धान सबसे पहले, धान का नया एमएसपी पैडी का नया एमएसपी खरीफ के लिए 2300 रुपीस डिक्लेयर किया गया है। കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, 14 കാർഷിക വിളകളുടെ താങ്ങുവിലയാണ് കൂട്ടിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ. വിശദാംശങ്ങൾ. ധോണി 2024-25 വർഷത്തേക്ക് 14 വിളകൾക്കാണ് ഇപ്പോൾ താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. നെല്ല്, ചോളം കൂടാതെ റാഗി, സോയാബീൻ, നിലക്കടല, പരുത്തി തുടങ്ങി 14 വിളകളുടെ മിനിമം താങ്ങുവില അനുവദിക്കുന്നതിനുള്ള തീരുമാനം ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുള്ളത്. കർഷകരുടെ ഉന്നമനത്തിനും കേന്ദ്ര സർക്കാർ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ 1ഉം 2ഉം മോദി സർക്കാർ തുടർന്നു വന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ 3ആം മോദി സർക്കാരും തുടരും എന്നുള്ളതാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നെല്ലിന്റെ പുതിയ താങ്ങുവില ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് പ്രകാരം നെല്ലിന്റെ പുതിയ താങ്ങുവില 2300 രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 117 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വില വർധനവ് വരുന്നതോടുകൂടി മുൻ സീസണുകളെക്കാൾ 35,000 കോടി രൂപയുടെ വർധനവ് താങ്ങുവിലയിൽ കർഷകർക്കുണ്ടാകും. അത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയിൽ വികസനം ഉറപ്പാക്കുന്നതിനും സഹായിക്കും എന്നുള്ളത് കൂടിയാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ മറ്റു ചില തുറമുഖ പദ്ധതിക്കുമൊപ്പം തമിഴ്നാട്ടിലും ഗുജറാത്തിലും ജിഗാവാട്ട് ഓഫ് ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതികൾക്കും ഫണ്ട് അനുവദിക്കാനും ഇന്ന് ചേർന്നിട്ടുള്ള കേന്ദ്ര ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.